അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ വയലിൽ വേനൽക്കാലത്ത് വെള്ളാട്ടം പറ്റി. അവിടുത്തെ വാഴയ്ക്കൊന്നും വെള്ളമൊന്നും ഒഴിക്കാൻ വെള്ളമില്ല. കുളത്തിൽ നിന്ന് കോരി അങ്ങ് വരെ കൊണ്ടൊഴിച്ചാലേ വെള്ളം കിട്ടുള്ളൂ. അതുകൊണ്ട് വാഴകളിപ്പം കരിയോന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ചിലപ്പോൾ കരിയും. അതുകൊണ്ട് കുളത്തിൽ നിന്നെങ്കിലും ഇങ്ങനെയെങ്കിലും പറ്റുന്ന അത്ര വെള്ളം കോരി ഒഴിക്കണം. നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഒഴിക്കാൻ പറ്റുമെങ്കിൽ ഒഴിക്കും. എല്ലാ വാഴയും അത്യാവശ്യം വലുതായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പന്നിയും കയറിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഫ്രണ്ട്സ്, വയലിലോട്ട് എത്താറായി. അങ്ങോട്ട് നടന്നു പിടിക്കുകയാണ്. വയലിലോട്ട് എത്താറായിട്ടുണ്ട്. അങ്ങോട്ട് പോണ വഴിയാണ്. വയലിൽ എല്ലാ വാഴയും വലുതായി. വയലിൻ്റെ അങ്ങോട്ട് എത്തണേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, വയലെത്തിയിട്ടുണ്ട്. ആ വാഴകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെയിൽ കൊണ്ട് എല്ലാ ഇലയും കരിഞ്ഞരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്ത്. അതിൻ്റെ അടയാളം നിങ്ങൾക്ക് വാഴയിലെ നോക്കിയാൽ കാണാം. കാണിച്ചു തരാം. വെള്ളം വരെ നല്ലപോലെ വറ്റി തുടങ്ങി. നല്ലപോലെ വറ്റിയിട്ടുണ്ട്. വെള്ളം ഇഷ്ടം പോലെ വറ്റി. ഇതിൽ കുറേ വരാലിൻ്റെ കുട്ടികളൊക്കെ കിടക്കായിരുന്നു. വെള്ളം വറ്റിയ അതെല്ലാം ചത്തുപോകും. ആണ്ടേ മഴ പെയ്തതിൻ്റെ അടയാളം. ചെറുതായിട്ട് ചാറിയിട്ടപ്പം തന്നെ പോയി മഴ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോടെല്ലാം വറ്റി കിടപ്പുണ്ട്. പിന്നെ തോടിൻ്റെ നടുക്ക് ഒഴിച്ച ഒരു കുഴിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത് വറ്റി. അതിൽ കുറേ മീൻ കിടക്കണം. ഒരു 5 മീനുണ്ട്. എൻ്റെ ഞാൻ മീനെ കുത്തി വെള്ളിലോട്ടിട്ട് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. അതിന് കൈ കൊണ്ട് പിടിക്കാക്കൂല. നല്ല മുള്ളുണ്ടതിന്. അതുകൊണ്ടാണ് അവൻ മുടലിട്ടാക്കണം. ഇഷ്ടംപോലെ മീനുണ്ട്. ഒരു 5 മീനുണ്ട്. അത്യാവശ്യം മീഡിയം സൈസ് ഉണ്ട്. അവൻ കുത്തി വെള്ളിയിടുക. അത് നീങ്ങി പിന്നെ വെള്ളത്തിൽ പോകും. പിന്നെ മീൻ അവിടെ ആക്കിയിട്ട് കയറി വലിയ കുളത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. തോടിലാണെങ്കിൽ ഒന്നും വെള്ളമില്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും തോട്. പിന്നെ ഇലയൊക്കെ നോക്കിയാണ് നിങ്ങൾ മൊത്തം ഉണങ്ങി പൊക്കൊടിക്കണം. വെള്ളം പിന്നെ വീടെടുത്തിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എഡിറ്റ് ചെയ്യണത്. പിറ്റേ ദിവസം നല്ല മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. തോട് കണ്ടാൽ മനസ്സിലാവും. ഒട്ടും വെള്ളമില്ല. വരണ്ട് കിടക്കേണ്ട തോട്. പിന്നെ കുളത്തിൻ്റെ അവിടെ എത്തി. കുളത്തിൻ്റെ അവിടെയും ഈ വലിയ കുളം വരെ വറ്റി തുടങ്ങി. താന്ന് വെള്ളം നല്ലപോലെ. നല്ല മഴക്കോളമുണ്ട്. പക്ഷെ മഴ പെയ്യണില്ല. ഭയങ്കര ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വാഴകളാണ്. പിന്നെ ഇപ്പുറത്തെ പണിയിൽ മരിച്ചീനാണ് ഇട്ടേക്കണത്. അവിടെയൊന്നും പന്നി കയറില്ല. ചെറിയ വാഴയാണ് പന്നി ഏറ്റവും കൂടുതൽ തിന്നണത്. മരിച്ചീനി വലുതായാലേ തിന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ആ മീനൊക്കെ കിടന്ന ചെളി കോരി മാറ്റി വെക്കാൻ പോവാണ്. വെള്ളം കിട്ടണമെങ്കിൽ അതിൽ നിന്ന് കോരി ഒഴിച്ചാൽ പോരെ. അല്ല കുളത്തിൽ നിന്ന് കൊണ്ട് വെള്ളം ഒഴിച്ച് പാടുവിടണ്ടല്ലോ. ഉള്ളതിൽ 2 മീനെ പിടിച്ച്. ഇനി 3 മീനും കൂടെ ഉണ്ട്. മൊത്തം ചെളി. വെള്ളം ഇത്തിപ്പോലെ ഉള്ളൂ. മീനെ വെള്ളത്തിലോട്ട് ഇടാൻ കൊണ്ടുപോവാണ്. കൊച്ചുവെള്ളത്തിലാണ് ഇടുന്നത്. വലിയ വെള്ളത്തിൽ ഇടുന്നില്ല. അവിടെ വളർത്ത് മീനൊക്കെ അല്ലേ. അതുകൊണ്ട് അതിലോട്ട് ഇടുന്നില്ല. കൊച്ചുവെള്ളത്തിലോട്ടാണ് ഇടണം. ഇങ്ങോട്ട് പൊക്കോടിക്കുകയാണ്. തോടിലാകെ ഒന്നും വെള്ളമൊന്നുമില്ല. പിന്നെ പോണ വഴി അത്രയും കാട് പിടിച്ചേക്കണം ആ തോട്ടിൽ. കുളത്തിൻ്റെ അങ്ങോട്ട് എത്താറായി. മീനിട്ടപ്പം കരയിലായിപ്പോയി. അപ്പം മീനെ കമ്പുകൊണ്ട് കുത്തി ഞാൻ വെള്ളത്തിലോട്ട് കൈ കൊണ്ട് പിടിക്കാക്കൂല. മൊത്തം വെള്ളമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.